തലശ്ശേരിയിൽ വീട്ടമ്മയെ ബന്ദിയാക്കി സ്വർണവും പണവും കൊള്ളയടിച്ച വളരെ നടുക്കുന്ന വാർത്ത പുറത്തുവരികയാണ്. കണ്ണൂർ തലശ്ശേരി ചിറക്കര KTP മുക്കിലെ വീട്ടിൽ കടന്നുകയറിയ മോഷ്ടാക്കൾ വീട്ടമ്മയെ ബന്ദിയാക്കിയാണ് സ്വർണവും പണവും കവർച്ച ചെയ്ത് രക്ഷപ്പെട്ടത്. KTP മുക്കിലെ പോക്കറ്റ് വഴിയിലെ ഫിഫാസിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. വാതിൽ തകർത്ത് അകത്തുകയറിയ രണ്ടംഗ മോഷണ സംഘം 6.5 പവനോളം വരുന്ന ആഭരണങ്ങളും 10,000 രൂപയുമാണ് കൊള്ളയടിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകി 1:30 മണിക്കാണ് വീട്ടമ്മ അഫസും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉറങ്ങാൻ കിടന്നത്. പുലർച്ചെ 3:30യോടെ കതകിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് വീട്ടമ്മ എഴുന്നേൽക്കുന്നത്. തുടർന്ന് മുകളിൽ കിടക്കുന്ന മകൾ വിളിക്കുന്നതാകുമെന്ന് കരുതിയാണ് കിടപ്പുമുറിയുടെ വാതിൽ തുറന്നത്. ഈ സമയം അകത്തേക്ക് കടന്നു കയറിയ മോഷ്ടാക്കൾ വയോധികയായ വീട്ടമ്മയെ ബലമായി പിന്നോട്ട് തള്ളി കൊണ്ടുപോയി. തുടർന്ന് മുറിയിലെ കസേരയിൽ ഇരുത്തി ബന്ദിയാക്കിയാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. ഇവരുടെ കഴുത്തിലും കാതിലും കയ്യിലുമുള്ള ആഭരണങ്ങളടക്കം ബലമായി അഴിച്ചെടുത്തു. തൊട്ടടുത്ത മുറിയിലെ മേശവലിപ്പിൽ നിന്നും 10,000 രൂപയും 2.5 പവൻ സ്വർണവും ATM കാർഡുമൊക്കെ കൈക്കലാക്കി. കവർച്ചയ്ക്കിടയിൽ വീട്ടമ്മ ബഹളം വെച്ചതോടെ മുകൾ നിലയിൽ നിന്ന് മകൾ വാതിൽ തുറന്നു. ഈ ശബ്ദം കേട്ടതോടെ മോഷ്ടാക്കൾ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഈ വീടിന്റെ സമീപത്തുള്ള മറ്റ് 2 വീടുകളിലും മോഷ്ടാക്കൾ ഇതേ ദിവസം തന്നെ കയറിയിരുന്നു എന്നാണ് വിവരങ്ങൾ. അതേസമയം ഇപ്പോൾ മോഷണങ്ങൾ പെരുകുകയാണ്. അതുകൊണ്ട് തന്നെ വീടുകളിൽ പാഴ്വസ്തുക്കൾ പെറുക്കാൻ വരുന്നവരെ പോലും സൂക്ഷിക്കണമെന്ന് തന്നെ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. പഴയ സാധനങ്ങൾ എടുക്കാനെന്ന വ്യാജേനെ വീടുകളിൽ കയറി മോഷണം നടത്തുന്ന നിരവധി സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. 2-3 സ്ത്രീകൾ ഒരു കുപ്പിയോ ഇരുമ്പിന്റെ കഷ്ണമോ ആയി വീട്ടിലേക്ക് എത്തുകയാണ്. ഇതിന് പിന്നാലെ ഈ കുപ്പി അല്ലെങ്കിൽ ഇരുമ്പിന്റെ കഷ്ണം വീടിന് സമീപം അല്ലെങ്കിൽ കോമ്പൗണ്ടിനുള്ളിൽ ഇവർ വെക്കും. തുടർന്ന് കൂടെയുള്ള ഒരു സ്ത്രീ കോളിംഗ് ബെൽ അമർത്തുകയും മറ്റ് 2 സ്ത്രീകൾ വീടിന്റെ 2 വശങ്ങളിലായി മാറി നിൽക്കുകയും ചെയ്യും. വാതിൽ തുറക്കുന്ന ആളിനോട് താൻ ആക്രി പെറുക്കാൻ വന്നതാണെന്ന് പറയുകയും വീട്ടിലുള്ള പഴയ സാധനങ്ങൾക്ക് നല്ല വില തരാമെന്ന് അവകാശപ്പെടുകയും ചെയ്യും. ഇതിൽ വീഴുന്ന വീട്ടുടമ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുമായി വീടിന്റെ പിൻവശത്തേക്ക് അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഈ സമയം ഇവർ നല്ല രീതിയിലായിരിക്കും വീട്ടുടമയോട് ഇടപഴകാൻ തുടങ്ങുക. ബാക്കി 2 സ്ത്രീകൾ ഈ അവസരം മുതലെടുത്ത് മുൻവശത്ത് കൂടിയോ അല്ലെങ്കിൽ പിൻവശത്തോ വീടിനകത്ത് കടന്നോ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് കോളിംഗ് ബെൽ അടിച്ചതിന് പിന്നാലെ വീടുകളിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയാൽ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടു പോകാറാണ് പതിവ്. ഇത്തരമൊരു സംഭവം ഇക്കഴിഞ്ഞ നാളിൽ തൃശൂരിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവർക്ക് 20 പവൻ സ്വർണം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതായത് അപരിചിതരായവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുക. ഇത്തരം സന്ദർഭങ്ങളിൽ 112 എന്ന നമ്പറിൽ പോലീസിനെ വിളിച്ചാൽ സഹായം ഉറപ്പാണ്. അതായത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. നിലവിൽ മോഷണം പെരുകുകയാണ്, മാലമോഷ്ടാക്കൾ പെരുകുകയാണ്. മാലമോഷ്ടാക്കൾ കാരണം ഇക്കഴിഞ്ഞ നാളിലൊരു വാർത്ത ഞങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു. വീട്ടമ്മയുടെ മാല, അതായത് ബൈക്കിലെത്തിയ വീട്ടമ്മയുടെ മാല തന്നെ മോഷ്ടാക്കൾ ബൈക്കിലെത്തി കവർന്നു എന്നുള്ള വിവരങ്ങളാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. അത്തരത്തിൽ മോഷണങ്ങളൊക്കെ ധാരാളം പെരുകുകയാണ്. ലഹരിക്കും ആഡംബര ജീവിതത്തിനും വേണ്ടിയിട്ടാണ് മോഷണങ്ങൾ പലതും നടത്തുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ വളരെയധികം ജാഗ്രതയോടെ തന്നെ സമീപിക്കുക, വളരെയധികം സൂക്ഷിക്കുക എന്നൊരു മുന്നറിയിപ്പ് നൽകുകയാണ് കേരള പോലീസും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.